പാറു മോൾ അപ്പുറത്ത് പോയേ. പാറു ചെല്ലുമാ പോയി പടി. എല്ലാവരും പറഞ്ഞ കേട്ടല്ലോ, നീ പോയിരുന്നു പഠിക്കാൻ നോക്കിയേ. നീയേ ഇവിടെ ശരിയാവൂല. അപ്പൊ ചെല്ല് ചെല്ല്. ചേച്ചി മാറിയേ. ചേച്ചി എന്തിനാ എന്നെ തള്ളുന്നേ? മൂത്തോരെ കൈ വെക്കുന്ന ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് എന്നെ തല്ലണോ? തല്ലേ തല്ലാൻ. ചേച്ചി എന്നെ തല്ലി കഴിഞ്ഞാലല്ലേ സമാധാനമാകത്തുള്ളു. ചേച്ചിക്ക് ആരുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാ. ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എല്ലാരും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഇവിടുന്ന് മാറിയിരിക്കാനും പറ്റത്തില്ലല്ലോ. എന്റെ അപ്പൂപ്പൻ പോയി, അല്ലെങ്കിൽ അപ്പൂപ്പനടുത്ത് പോയി നിൽക്കായിരുന്നു. മക്കളെ, മക്കളിങ്ങനെ കരയരുത് കേട്ടോ. അപ്പൂപ്പല്ലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിള്ളേ ആരും വഴക്ക് പറഞ്ഞു വരുത്. ആ മക്കളെ വാ വാ മക്കളെ വാ. ലച്ചു, ലച്ചു പറഞ്ഞോ. സത്യം പറ, നീ എന്തോ രാവിലെ കൊച്ചിനെ ചെയ്തേ? ഇപ്പൊ ഞാൻ ചെയ്തെന്നായ? അല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. വിശ്വസിക്കണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. മക്കളെ കരയാതെ കരയാതെ മക്കളെ. മക്കളെ വഴക്ക് പറഞ്ഞാൽ ചേച്ചിമാരല്ലേ വഴക്ക് പറഞ്ഞത്? ചേച്ചിമാര് പറഞ്ഞാൽ നമുക്കങ്ങ് ക്ഷമിക്കാം, കുഴപ്പമില്ല. ചേച്ചിയല്ലേ മക്കളെ. കരയാ കരയാതെ കരയാതെ മക്കളെ. എന്നെ സ്നേഹിക്കുകയും ചെയ്യും, എന്നെ കളിപ്പിക്കുകയും ചെയ്യും. എന്റെ മെയിൻ ആള് ലജ്ജിയാ. മക്കളെ, ഇവിടെ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ള ആരാണ്? ഞാൻ. അല്ല, ലച്ചു. നോക്ക്, ഈ ചേച്ചിയും ശിവയും കൂടെ എന്തുമാത്രം ചേച്ചിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അത് കയ്യിലിരിപ്പോണ്ട. ഇപ്പൊക്കെ എന്തോന്ന് മക്കളെ. അപ്പൂപ്പന്റെ കാലത്ത് അപ്പൂപ്പന്റെ അച്ഛൻ അടിച്ചിട്ടുള്ളതാണ് അടി. അപ്പൂപ്പന്റെ അച്ഛൻ അപ്പൂപ്പനെ അടിച്ചിട്ടുണ്ടോ? അയ്യോ, അടിച്ചിട്ടുണ്ടോന്നോ? എന്റെ പൊന്നി, എന്തൊരു കൈ കിട്ടിയാലും ഇവിടുത്തെ അടിച്ചാൽ മമ്മൻ്റെ ഈ കൈ നീറ്റും കൊല. നീറ്റും കൊല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാമോ മക്കൾക്ക്? ഇല്ല. ഈ ഉറുമ്പെല്ലാം കൂടെ കൂടുകൂട്ടിരിക്കുന്നത് ഈ മരത്തിൽ കാണും. അതിനെ വലിച്ചു പിടിച്ചു അടിക്കുമ്പോ ദേഹം മൊത്തം ഉറുമ്പ് മക്കളെ. അപ്പൊ ഉറുമ്പ് കടിക്കത്തില്ലേ? കടിക്കൂല എന്നാ, കടിച്ച് പിച്ചളയും മക്കളെ. അപ്പൂപ്പന്റെ അച്ഛന്റെ അടിയെ പേടിച്ച് അപ്പൂപ്പൻ 2 ദിവസം വരെ തട്ടിന്റെ മുകളിൽ ഒളിച്ചിരുന്നു. ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതിന് മാത്രം അപ്പൂപ്പൻ എന്താ ചെയ്തേ? എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് താമസിച്ച് വന്നാൽ അടിക്കും. പിന്നെ പശുവിന് പുല്ല് വരത്തില്ലെങ്കിൽ അടിക്കും. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുത്ത് അപ്പൂപ്പൻ്റെ അച്ഛൻ ഒപ്പിടാനുള്ളതിന് അപ്പൂപ്പ ഒപ്പിട്ട് കൊടുത്ത് അതിനെ അടിച്ച്. എന്തൊരു പറയാൻ, ആരെങ്കിലും ഈ അപ്പൂപ്പനെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനും അടിക്കും. ആണോ അപ്പൂപ്പ? പിന്നല്ലാതെ മക്കളെ, പണ്ടുള്ളവന്മാരെ ദേഷ്യം തീർക്കുന്നത് പിള്ളേരുടെ അടുത്താണ്. മുക്കാളുപേരും ദുഷ്ടന്മാരായിരിക്കും മക്കളെ. അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞിട്ടാണല്ലേ അപ്പം പാവം തങ്കമ്മ പൊതിരെടുത്ത് വെച്ച് തല്ലിയിരുന്നത്, കുടിച്ചും അല്ലാണ്ടും. അത് മാത്രോ? തങ്കമ്മനെ വെട്ടാൻ വേണ്ടി വെട്ടുകത്തിയും കൊണ്ട് ആ വയലുവാരം മൊത്തം ഓടിച്ചത് ഓർമ്മയുണ്ട? അല്ല മക്കളെ, അതെന്തെന്നറിയാ, അവളെ സംസാരം ശരിയല്ല, അതാണ്. അപ്പൊ പോടില്ല, അല്ല വേറെ ഒന്നുമല്ല, അവളെ സംസാരം ശരിയല്ല. ഇതൊക്കെ പറഞ്ഞതുള്ളയാണോ? സത്യാണോന്നോ? ആയ കാലത്ത് ശങ്കരൻ തമ്പി ആരായിരുന്നു? തുമാരി അപ്പൂപ്പ, നമുക്ക് പുറത്തു പോയിരിക്കാം. അത് കൊള്ളാം. അതാകുമ്പോഴത്തേക്ക് അപ്പൂപ്പന്റെ മടി കറങ്ങി ഇരുന്നാ മതിയല്ലോ. ഇന്നത്തെ ഫുൾ ദിവസം പഠിക്കണ്ടല്ലോ. നൈസ് അടവ്. ചേച്ചി എന്നെ ശ്രദ്ധിക്കാറില്ലല്ലോ. ചേച്ചി ഫുൾ ടൈം ചെന്നൈയിലല്ലേ? ഇല്ലടി, ഞാൻ എന്റെ പഠിത്തം നിർത്തി ഇവിടെ വന്ന് നിൽക്കാൻ നിന്നെ നോക്കാൻ വേണ്ടിട്ട്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൂപ്പ, അടുത്തത് അപ്പൂപ്പനെ കൂട്ടി പിടിച്ചേക്കുവാ. എന്റെ കൊച്ചിനൊന്നും പറയല്ലേ. എനിക്കത് പിടിക്കൂല. അപ്പൂപ്പ, ഞാൻ കുറച്ച് ദിവസേ അങ്ങ് ആരിനാട് വന്നിരിക്കട്ടെ. അപ്പൂപ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. എന്റെ അപ്പൂപ്പ ഇവളെ കൊണ്ട് പോയണ്ടല്ലോ. അപ്പൂപ്പന്റെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല മദീന ഹോട്ടല്, അവിടെ അപ്പൂപ്പന്റെ വീടിന്റെ ആധാരം പണയം വെക്കേണ്ട വരും. ഓ, ഭയങ്കര കോമഡി ആയിരുന്നു. എന്നാ പിന്നെ ചിരിക്കിരുന്ന്. മക്കളെ, മക്കളിരുന്ന് പഠിക്ക്.
അപ്പൂപ്പൻ പുറത്ത് പോയിട്ട് വരാം എന്ത് എവിടെ പോണ്? ആ കടവരുന്ന് പോയിട്ട് വരച്ച് വെക്കടാ. വന്നിട്ട് അപ്പൂപ്പൻ വന്ന ശേഷം കല്ല കഥകൾ പറഞ്ഞുതരാം എന്ത് പഴയ കഥ. പാട്ട് തന്നെ പഴയ കഥ. ഇപ്പം പോയിട്ട് വരാം എന്ത് ആ മിസ്റ്റർ ശങ്കരൻ തമ്പി, ഇങ്ങോട്ടാണ് പോക്ക്? ഞാൻ ഒരിടം മോനിൽ എവിടത്തേക്കൊക്കെ എന്നെ കാണും. കണ്ടാ കൊള്ളാം. എന്തൊരു കഷ്ടമാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.